പ്രപഞ്ചനാഥൻ തൻ്റെ കരവിരുതിനാൽ മെനഞ്ഞെടുത്ത അതിമനോഹരിയായ സ്ത്രീരത്നം. അവൾ നസ്രത്തിലെ മേരിയാണ്. അമലോത്ഭവയാണ്, അമല മനോഹരിയാണ്, സർവാംഗ സുന്ദരിയാണവൾ. ഈ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നാം ഇന്ന് സാഘോഷം കൊണ്ടാടുകയാണ്. അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയുണ്ട്, ഹൃദയത്തിന് ഒരാനന്ദവും സന്തോഷത്തിൻ്റെ ഒരു തികവും. ഈശോയെ സ്വന്തമാക്കണമെങ്കിൽ അമ്മയെ സ്വന്തമാക്കണം. അമ്മ നമ്മോട് പറയുന്നതും നമ്മെ അടുപ്പിക്കുന്നതും തൻ്റെ തിരുക്കുമാരനിലേക്കാണ്, അതായത് നമ്മുടെ ഈശോയിലേക്ക്. ആശ്രയിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ പോലും ആശ്രയിക്കണം എന്ന അമ്മ സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമല്ലേ ഈശോയുടെ മനുഷ്യാവതാരം? അമ്മ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മാതൃക അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. അമ്മ ശീലിച്ചതും അങ്ങനെ തന്നെ. മനുഷ്യാവതാരം തുടങ്ങി ഈശോ കാൽവരിയിൽ സ്വജീവൻ സമർപ്പിച്ച അവസരം വരെ മാത്രമല്ല, പിന്നീടും സഭയുടെ എല്ലാ കാര്യങ്ങളിലും എത്രയോ സജീവമാണ് അമ്മയുടെ സാന്നിധ്യം മക്കളുടെ ജീവിതത്തിൽ. സക്കറിയായുടെ വീട്ടിൽ എലിസബത്തിന് ശുശ്രൂഷ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം അമ്മ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് ചെയ്തത്. വിനയാന്വിതമായ അധ്വാനപൂർണമായ ജീവിതത്തിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്. നസ്രത്തിലെ കുടുംബത്തിൽ വിനയാന്വിതനായി യോസേപ്പിൻ്റെയും കുഞ്ഞുണ്ണീശോയുടെയും കൂടെ അധ്വാനപൂർണമായ ഒരു ജീവിതമുണ്ടല്ലോ. അത് നമ്മെ ക്ഷണിക്കുകയാണ് വിനയത്തിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, അധ്വാനനിരതമായ ജീവിതം നയിക്കാൻ. കാനായിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്ന അമ്മ ആ കുടുംബനാഥൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. ആ ഗൃഹനാഥനെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്ന് സ്വന്തം മകനെ അത്ഭുതങ്ങൾ പോലും പ്രവർത്തിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ അമ്മ നിർബന്ധിക്കുകയാണ്. ഇന്നും നമ്മുടെ ഇല്ലായ്മകളിലേക്ക് കടന്നു വന്ന് തിരുക്കുമാരൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി അമ്മ മധ്യസ്ഥയായി നിലകൊള്ളുന്നു. ഇപ്രകാരം ഇല്ലായ്മയിലായിരിക്കുന്ന മക്കളെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും നമ്മെയും അമ്മ പ്രേരിപ്പിക്കുന്നില്ലേ? ഈശോയുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവേളകളിലും അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും വളരെ സജീവമായിരുന്നു. ആശ്വാസമായി, സാന്ത്വനമായി, പൂർണ്ണതയായി അമ്മ എന്നും കൂടെയുണ്ട്. കാൽവരിയിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മെ എല്ലാവരെയുമല്ലേ ഈശോ ഏൽപ്പിച്ചത്? അമ്മ നമ്മുടെ എല്ലാമാണ്, സഹരക്ഷകയാണ്, നമ്മുടെ സംരക്ഷകയാണ്, എപ്പോഴും ആശ്രയിക്കാവുന്ന നല്ലൊരമ്മ. നമ്മുടെ അമ്മ നമ്മെ ഈശോയിലേക്ക് എത്തിക്കും, ദൈവപിതാവിലേക്ക് എത്തിക്കും, സ്വർഗത്തിലേക്ക് എത്തിക്കും. അമ്മയുടെ ജീവിതം മുഴുവൻ ഒരു സ്തോത്രഗീതമായിരുന്നു. നമ്മുടെ ജീവിതവും സ്തുതിയുടെ ഒരു ഗീതമാകട്ടെ.